ഹലോ, പാറൂസിൻ്റെ പുതിയൊരു കേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്ന എന്നാൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ആണ്. ബൊക്ക കേക്കാണ് തീം വരുന്നത്. അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ വർക്കുകളും പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അതിൻ്റെ അകത്തിൽ നമ്മൾ ആ ഒരു ബൊക്കയുടെ തീം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളത് കവർ ചെയ്തെടുത്തിട്ട് മുകളിൽ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു റെഡ് നോട്ട് ഇട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്ക് വർക്കുകളിലേക്കൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ പലരും സർപ്രൈസ് ഓർഡർ കൊടുക്കാൻ, അതായത് സർപ്രൈസസ് തരാനായിട്ടൊക്കെ വിളിക്കാറുണ്ട്. അതായത് അവരുടെ ഫാമിലിയുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ ബർത്ത്ഡേകളോ അല്ലെങ്കിൽ ആനിവേഴ്സറിക്കോ ഒക്കെ സർപ്രൈസായിട്ട്, അതായത് ഇപ്പോഴാണല്ലോ നമ്മളത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോസും അല്ലെങ്കിൽ അവരുടെ ഒരു സർപ്രൈസ് മൊമെൻറ്റ്സും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിത് തുടങ്ങിയ സമയത്ത് അങ്ങനെ അധികം ട്രെൻഡിങ് ആയിരുന്നില്ല വീഡിയോസ് എടുക്കുന്നതും ഒക്കെ. അപ്പോൾ ആ തുടങ്ങിയ സമയത്ത് എനിക്ക് വിദേശത്ത് നിന്നും ഒരു കേക്കിൻ്റെ, അതായത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി തീമിൽ ഒരു കേക്കിൻ്റെ വർക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു 1 kg വെയിറ്റ് വരുന്നൊരു കേക്കായിരുന്നു. ഫ്ലേവർ ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ മൊമെൻറ്റ്സ് ഇപ്പോഴും ഓർമ്മയിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെയോ മറ്റോ ആണ് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഈവനിങ്ങിലേക്ക് ഡെലിവറി ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഹസ്ബൻഡും മോനും കൂടിയിട്ടായിരുന്നു ആ കേക്ക്, മോനും മോളും ഇവർ 3 പേരും കൂടിയിട്ടായിരുന്നു അന്ന് ആ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ അച്ഛനമ്മമാർ ഇങ്ങനൊരു കേക്കിനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷേങ്കിൽ ഹസ്ബൻഡിനെയും മക്കളെയും അവർക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ മുഖത്തുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാനൊക്കാത്തതായിരുന്നു. കാരണം അവർക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണം ആ ഒരു മൊമെൻറ്റിനെ നമുക്ക് പോലും അറിയത്തില്ല. അത്തരം ചില നല്ല നല്ല മുഹൂർത്തങ്ങളുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഈ ബേക്കിംഗ് ലൈഫിൽ എനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്.